സിനിമാക്കാരുടെ ഭാഗ്യ ലൊക്കേഷനായ തൊടുപുഴയ്ക്ക് സമീപമുള്ള കൊടയത്തൂർ അതേപോലെ തന്നെ കോളപ്ര എന്ന സ്ഥലത്തെ കാഴ്ചകളാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം കോളപ്ര പാലത്തിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. നിരവധി ഹിറ്റ് സിനിമകൾ ദൃശ്യം, പോസ്റ്റ്മാൻ, ഓം ശാന്തി, ഓശാന, ദൈവത്തിൻ്റെ സ്വന്തം ക്ലേറ്റസ്, അങ്ങനെ നിരവധി സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. പിന്നെ ഈ വർഷത്തെ സമൂഹത്തിന്റെ പിരിവ് ഞാൻ അങ്ങ് വരുന്നുണ്ട്. കുട്ടി ഡോക്ടറും പപ്പ ഡോക്ടറും നല്ലൊരു തുക പിരിവ് തരേണ്ടി വരും. ഓ ആയിക്കോട്ടെ. എന്താണ് മീൻ വിൽക്കാനുള്ള തീർന്ന് പിന്നെ ഒരു ശീലം പറ്റില്ല. ആ കുട്ടി എന്റെ മോളെ പോലെയാ. ഇപ്പം നമ്മുടെ ആ സൈഡിൽ കാണുന്ന ഏരിയയിലാണ് ഓം ശാന്തി ഓശാന എന്ന സിനിമയിലെ നിവിൻ പോളിയാണെന്നുണ്ടെങ്കിൽ കപ്പയൊക്കെ പറിച്ച് ലോറി കയറ്റി കൊണ്ടുപോകുന്ന ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് അവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്വന്തം ഭാര്യ സിന്ദാബാദ് എന്ന സിനിമയ്ക്കകത്താണെങ്കിൽ ഗിന്നസ് ബക്രു ആണെന്നുണ്ടെങ്കിൽ പാലത്തിൻ്റെ മേളിൽ നിന്ന് ആറ്റിലോട്ട് ചാടി ആത്മഹത്യ ചെയ്യുന്ന ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഷൂട്ട് ചെയ്തേക്കുന്നത് ആ പാലത്തിൻ്റെ മേളിൽ നിന്നാട്ടോ. അപ്പോൾ നമുക്കെന്തായാലും ഈ പാലത്തിൻ്റെ അതേപോലെ തന്നെ ഈ പ്രകൃതി രമണീയമായ സ്ഥലത്തിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ട പാലത്തിൻ്റെ മുകളിലാണ്. ഈ പാലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സമയത്ത് ഒരു വണ്ടിക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ, അതിനുള്ള വീതിയുള്ളൂ. അതേപോലെ തന്നെ 5 ടണ്ണിലും മേലുള്ള വണ്ടിക്കൊന്നും പോകാൻ പറ്റത്തില്ല. കേട്ടോ, ഇവിടെ നോക്കിയാൽ നല്ലൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം അങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ മലങ്കര ഡാമാണ്. അപ്പം മലങ്കര ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയാണ് ഇപ്പോൾ കാണുന്നത്. സ്വന്തം ഭാര്യ സിന്ദാബാദ് എന്ന സിനിമയ്ക്കകത്താണെന്നുണ്ടെങ്കിൽ ഗിന്നസ് ബുക്ക് ആണെന്നുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന സീനൊക്കെ ഉണ്ട്. അപ്പം ഈ കാണുന്ന പാലത്തിൻ്റെ മേളിലാണ് താഴോട്ട് ചാടുന്നത്. പിന്നെ ഈ പാലത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ എൻഡിൽ നിന്നും അതേപോലെ ഈ എൻഡിൽ നിന്നും വരുന്ന വണ്ടികൾ കാണുന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിലെ വണ്ടികളൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ നടുവിൽ വന്നു കഴിയുമ്പോൾ മാത്രമാണ് അപ്പുറത്ത് വരുന്ന വണ്ടി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ഒരു ലൈറ്റ് കണ്ടോ. അപ്പോൾ ലൈറ്റൊക്കെ പോയിരിക്കുകയാണ്. തൊടുപുഴയിൽ നിന്ന് ഇടുക്കി പോകുന്ന മെയിൻ ഹൈവേ എന്ന് തിരിഞ്ഞ് വേണം ഇങ്ങോട്ട് കയറാൻ വേണ്ടി. തൊടുപുഴ ഹൈവേ നിന്ന് ജസ്റ്റ് ഒരു 200 മീറ്റർ ഇങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോളപ്ര പാലത്തെ കയറാൻ പറ്റും. ഇതേപോലത്തെ സെയിം പാലം തന്നെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ കൊടയത്തൂരാണ്. ഇപ്പോൾ രണ്ടും കണ്ടു കഴിഞ്ഞാൽ ഒരേ രീതിയിലുള്ള പാലങ്ങളാട്ടോ. അത് രണ്ടും പാരലായിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ആദ്യ സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ കണ്ടില്ലേ. അപ്പോൾ അവിടെ നിന്നാണെങ്കിൽ ഒരു മല കാണിച്ചു തന്നില്ലായിരുന്നു, പുലിയാൻമല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ നേരെ കാണുന്ന മലയാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഇലവിഴ പൂഞ്ചിറയാണ് നേരെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ഒരു 8 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലവിഴ പൂഞ്ചിറ എത്തിച്ചേരാം. അപ്പോൾ നല്ല കിടിലൻ ലൊക്കേഷനാണ്. ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആയതുകൊണ്ട് ഓക്കെ വ്യൂ ഉണ്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കൊടയത്തൂർ പോയിട്ട് കൊടയത്തൂരിലെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ യാത്ര ചെയ്ത് കൊടയത്തൂർ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കാണെങ്കിൽ നമ്മുടെ സൈഡിലാണെങ്കിൽ കൊടയത്തൂർ പാലം കാണാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ട പാലത്തിന് അതേ രീതിയിലുള്ള പാലമാണ്. അപ്പോൾ നമ്മുടെ നേരെ കാണുന്നതാണ് ഇടുക്കിക്ക് പോകുമ്പോൾ കാണാൻ പറ്റുന്ന മലയാണ്. അപ്പോൾ അതാണെങ്കിൽ നാടുകാണി പവലിയോൺ എന്ന് പറയും. ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ 2 ടവറൊക്കെ കാണാൻ പറ്റും. അപ്പം ഇവിടേക്കാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്ന സ്ഥലമാണ്. നമ്മുടെ മൂലമറ്റ പാർക്ക് ഹൗസിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് ആയിട്ട് വരുന്ന വെള്ളമാണ് ഇങ്ങോട്ട് ഒഴുകി വരുന്നത്. അതേപോലെ തന്നെ ആനക്കയും കാണിച്ചിട്ടില്ല. അപ്പോൾ ആനക്കയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം വന്ന് ജോയിൻ ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പം മലങ്കര ഡാമൊക്കെ ആണെങ്കിൽ പൂട്ടുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വെള്ളം കയറി വരും. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അധികം വെള്ളമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിൽക്കാൻ നല്ല രസം കേട്ടോ. ഫുള്ള് പച്ചപ്പൊക്കെയാണ്. ഇപ്പം നമ്മുടെ ആണെങ്കിൽ സൈഡിൽ കൂടെയൊക്കെ ആണെങ്കിൽ ഫുള്ള് ഓണത്തുമ്പികളൊക്കെ ആണെങ്കിൽ പറന്ന് കിടക്കും കേട്ടോ.
അപ്പോൾ നമുക്കിനി പാലത്തോടെ കയറിയിട്ട് അവിടെ ഒരു അമ്പലമുണ്ട്, വയനക്കാവ് എന്ന് പറയും. അപ്പോൾ അത് നല്ലൊരു ഐലൻഡിലായിട്ട് നിൽക്കുന്ന ഒരു അമ്പലമാണ്. അപ്പോൾ ആ അമ്പലത്തിൻ്റെ ആ കാഴ്ചകളും അതേപോലെ തന്നെ അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് കുറച്ച് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റും കാണിച്ചു തരാം. കൊടയത്തൂർ പാലം കയറി നമ്മളിപ്പം പയനക്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ സൈഡിലാണ്. ഇപ്പം നമുക്ക് സൈഡിലാണെങ്കിൽ അമ്പലം കാണാൻ പറ്റും, അതേപോലെ അമ്പലത്തിൽ നല്ല കീർത്തനമൊക്കെ കേൾക്കാൻ പറ്റും. ഇപ്പം ഈ സൈഡിൽ നോക്കുമ്പോഴാണെന്ന് വേണമെങ്കിൽ പാലം കാണാൻ പറ്റും. നീ എന്താ ബൈക്ക് ഓടിക്കുന്ന കണ്ടിട്ടില്ലേ? വേണ്ട, പാപ്പിച്ചായനോട് എതിരിടാൻ നീ വളർന്നിട്ടില്ല. ഇതിന്റെ സൈഡിലായിട്ടൊരു പാലമുണ്ട്. ആ പാലമൊക്കെ ആണെങ്കിൽ പല സിനിമയിലും കാണിച്ചിട്ടുണ്ട്. ഒരിടത്തൊരു പോസ്റ്റുമാൻ എന്ന സിനിമയ്ക്കകത്താണെന്നുണ്ടെങ്കിൽ ആ പാലം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരിടത്തൊരു പോസ്റ്റുമാൻ എന്ന സിനിമയിലാണെന്നുണ്ടെങ്കിൽ ആ പാലത്തിന്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. കുറേ വർഷങ്ങളായിട്ട് ആ പാലം പണിയാതെ നിർത്തിയേക്കുമായിരുന്നു. അപ്പുറത്തെ എൻഡും ഇപ്പുറത്തെ എൻഡും മാത്രം പണിതിട്ട് സെൻട്രലിൽ പണി തീർക്കാതെ നിർത്തിയേക്കുമായിരുന്നു. ആ കാഴ്ചയാണ് ആ സിനിമയ്ക്കകത്തുള്ളത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ആ പാലൊക്കെ പണിയൊക്കെ പൂർത്തിയായി. എന്റെ ഈശ്വര, പാലം കഴിഞ്ഞ. നീ ഒന്ന് പറ. സ്നേഹിക്കുന്നവരെ തമ്മിൽ ഒന്നിക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണെന്ന് തോന്നിയോണ്ടാ ഒരു സഹായം ചോദിച്ചത്. ഈ പാലത്തിനും പ്രത്യേകതയുണ്ട്. ഈ പാലമാണെന്നുണ്ടെങ്കിൽ നടക്കാനും അതേപോലെ തന്നെ ഒരു സ്കൂട്ടറും അല്ലെങ്കിൽ ബൈക്കൊക്കെ മാത്രമേ കയറ്റാൻ പറ്റുള്ളൂ. അങ്ങനത്തെ പാലം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സൈഡിൽ കാണുന്ന ഈ കമ്പി വെച്ചുണ്ടാക്കുന്ന ഏരിയയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുതിയതുണ്ടാക്കിയാണ്. പിന്നെ ബാക്കി ഈ രണ്ട് എൻഡിലും കണ്ടോ സിമെൻറ്റും ഉണ്ടാക്കിയാണ്. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ പണ്ട് മുതലേ ഉള്ളതാണ്. കുറേ നാളായിട്ട് വർഷങ്ങളായിട്ട് ഇത് ഉണ്ടാക്കാൻ നിർത്തിയിരിക്കുകയാണ്. കേട്ടോ നല്ല കിടക്കലായിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ ആണെങ്കിൽ സൺസെറ്റ് ആയിരിക്കുകയാണ്. ഫുൾ അന്തരീക്ഷമൊക്കെ മാറി നല്ല കളറായി. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സൺസെറ്റ് കാണാൻ നല്ല രസമാണ്. സ്കൈയൊക്കെ ആണെങ്കിൽ ഫുള്ള് നല്ല റെഡിഷായിട്ട് വന്നു. അതേപോലെ തന്നെ സ്കൈയുടെ റിഫ്ലക്ഷനൊക്കെ ആണെങ്കിൽ നമുക്ക് താഴെ കാണാൻ പറ്റും വെള്ളത്തിൽ. നല്ല രസമുണ്ടല്ലേ? ഇലവിട പൂഞ്ചിൻ്റെ ടോപ്പ് ഭാഗമാണ് കാണുന്നത്. അപ്പോൾ ടോപ്പിലേക്കാണെന്നുണ്ടെങ്കിൽ കുറേ ലൈറ്റ്നിങ് അറസ്റ്ററിൻ്റെ പോസ്റ്റുകളൊക്കെ നാട്ടിയൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ ആ കുത്തിനെയുള്ള മല കയറി വേണം നമുക്ക് മേളിൽ ചെല്ലാൻ വേണ്ടി. അപ്പോൾ സമയമാണെങ്കിൽ രാത്രിയായി. അപ്പോൾ ഇനി ബാക്കി തൊടുപുഴയിലെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോസിൽ. അപ്പോൾ എന്തായാലും ഇന്നത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വെച്ചിരിക്കുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് സജഷൻസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ട്രാവൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മറ്റു വീഡിയോസ് കാണാം. ബൈ ബൈ.